നമസ്തേ, ജയ് ഗുരുദേവ്. നമുക്ക് വളരെയധികം പ്രസക്തിയുണ്ട് യോഗയ്ക്ക് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് യുവജനങ്ങളോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. യോഗ വെറുമൊരു എക്സസൈസ് അല്ല. യോഗ നമ്മളുടെ സഹജമായ അവസ്ഥയാണ്. അതിനെ ഒരു ശാരീരിക തലത്തിൽ കാണാതെ നമ്മളുടെ മനസ്സിലേക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആനന്ദത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് യോഗ. അതുകൊണ്ടാണ് യോഗയുടെ ഒരു നിർവചനം തന്നെ യോഗ ഈസ് എ യൂണിയൻ ഓഫ് ബോഡി, ബ്രെത്ത് ആൻഡ് മൈൻഡ്. ശരീരത്തിൻ്റെയും ശ്വാസത്തിൻ്റെയും മനസ്സിൻ്റെയും കൂടിച്ചേരലാണ് യോഗ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെല്ലാം, നമ്മുടെ യുവാക്കൾ ഈ ആനന്ദത്തിനായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തിനായിട്ട് പല വഴികളിലൂടെയും സഞ്ചരിക്കുകയാണ്. നമ്മളെന്താ പറയുക, ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിയിലൂടെ ആനന്ദത്തിലേക്ക് എത്താനുള്ള വഴിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൈയിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ബാഹ്യ വസ്തുക്കളുടെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ഉള്ളിലാണ് ആനന്ദം. ആ ആനന്ദം തിരിച്ചറിയാനുള്ള വഴിയാണ് യോഗ. അതുകൊണ്ട് ഇത് വെറും ഒരു ശാരീരിക തലത്തിൽ കാണാതെ ഈ വർഷം എന്തായാലും അന്താരാഷ്ട്ര യോഗാ ദിനം വരുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി മാറ്റിവെക്കും. യഥാർത്ഥത്തിലുള്ള ആനന്ദം ആസ്വദിക്കാൻ ഈ 24 വർഷത്തെ ജീവിതാനുഭവം കൊണ്ട് പറയാണ് നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നുണ്ട്, ജീവിതത്തിൽ പല നേട്ടങ്ങളും നമ്മൾ നേടുന്നുണ്ട്. പക്ഷേ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള ആ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ചെറുപ്പം മുതലേ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, ഈ എന്താ പറയുക, ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ജോലി എടുക്കുന്ന കാലഘട്ടത്തിലും കുടുംബജീവിതത്തിലും ഇതിലൂടെയൊക്കെ കഷ്ടപ്പെട്ട് പോയി അവസാനം ഇതിനൊക്കെ ആശ്വാസം ലഭിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെ പുറകെ പോകാം. അവസാനം എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് അന്വേഷിച്ചു പോകാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ജീവിതത്തിനോടൊപ്പം തന്നെ എന്തെങ്കിലും കൂടെ കൂട്ടാൻ സാധിക്കുമെങ്കിൽ ബാഹ്യ വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ ആന്തരികമായ ആനന്ദത്തിലേക്ക് പോകാൻ യോഗ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നാം ഓരോരുത്തരും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും നേടുക, ജീവിത മൂല്യങ്ങൾ മനസ്സിലാക്കുക, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ കണ്ടെത്തുക, അതിനുള്ള വഴികൾ പരിശീലിക്കുക. അതിനുള്ള ഒരുപാട് വഴികളുണ്ട്. അത് യോഗത്തിലൂടെ സാധിക്കും. അത് പകർന്നു തരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഞാൻ 24 വർഷത്തെ എൻ്റെ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണ്. 23-ാമത്തെ വയസ്സിൽ എന്ന് സുദർശനക്രിയ ചെയ്തു, ആ സുദർശനക്രിയ ചെയ്തത് മുതൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എപ്പോഴും ആനന്ദമാണ്. ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടായാലും ശരി, എന്തൊക്കെ ഇതുണ്ടായാലും ശരി, ആ സന്തോഷത്തിനും ആനന്ദത്തിനും ഒരു കുറവുമില്ല. പിന്നെ എല്ലാത്തിനെയും നേരിടാനും ഒരു ശക്തിയും പ്രചോദനവും, കൂടാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു മാറ്റം കൊണ്ടുവരുവാനും ഈ യോഗയിലൂടെ സഞ്ചരിച്ചിട്ട്, ഈ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഞാനിപ്പോൾ പല കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഇതിൻ്റെ ക്ലാസ്സുകളായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും അവർ പറയുന്ന അവരുടെ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ബിയോണ്ട് വേർഡ്സ്. നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഈ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജ്ഞാനം സ്വീകരിക്കൂ, എന്തെങ്കിലും ഒരു യോഗമാർഗം, എന്തെങ്കിലും ഒരു ടെക്നിക്ക് പരിശീലിക്കൂ. ബാഹ്യമായ വീണ്ടും എടുത്തു പറയുന്നു. കാരണം നമ്മുടെ കേരളം, നമ്മുടെ ഭാരതം, നമ്മുടെ യുവതയെ നശിപ്പിക്കാൻ കുറേ ആളുകൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ യുവതയാണ്, നമ്മുടെ യുവശക്തിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ആധാരം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതം ഇങ്ങനെയുള്ള ലഹരിക്കൊക്കെ അടിമപ്പെട്ട് നശിപ്പിക്കാതെ രാജ്യത്തിനും നിങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും മുതൽക്കൂട്ടായി മാറാൻ ജീവിതത്തിൻ്റെ കൂടെ യോഗ ഒരു ഭാഗമാക്കുക എന്ന് മാത്രം പറയുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.